ചേട്ടൻ്റെ ഒരു ഇപ്പോൾ മോനല്ലേ മോള് 10ാം ക്ലാസ് ആയിട്ട് ചേട്ടനോട് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് IAS ആവണം. കാര്യം അത് ചേട്ടനോട് ചോദിക്കാനുള്ള കാര്യം ചേട്ടൻ്റെ ചേട്ടനും IAS ആണ്. ഒരു കുടുംബത്തിൽ 2 IAS ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തോ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാം, എന്തോ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വന്ന് ചോദിക്കുകയാണ്, എനിക്ക് IAS ആവണം. അപ്പം അവൻ +1 +2 എന്ത് സെലക്ട് ചെയ്യണം, ഡിഗ്രി എന്ത് സെലക്ട് ചെയ്യണം, എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണം, അങ്ങനെ കൊടുക്കാവുന്ന ഒരു കോർ അഡ്വൈസ് എന്തായിരിക്കും? ഏത് ട്രാക്കിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നായിരിക്കും പറയുക? എനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാൽ കൊള്ളാമെന്നുള്ള. എനിക്ക് ആ ട്രാക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് ഇയാൾ ഈ സർവീസിലേക്ക് പോകേണ്ട ആളാണോ ഇല്ല എന്നുള്ള കാര്യം അയാൾ സ്വയം ഒന്ന് അറിയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിവിൽ സർവീസ് ഫീൽഡാണെങ്കിൽ അയാൾ ഫസ്റ്റ് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ് ഇയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഒരു സിവിൽ സർവൻ്റ് ആവാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്താണെന്നൊരു സ്വയം അസസ് ചെയ്യുന്നതല്ല. പേരൻസ് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് സിവിൽ സർവൻ്റ് ആകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പല കാര്യങ്ങൾ പറയും. കൂടുതൽ പറയും നമ്മുടെ ആൽഫ്രഡ് ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക്, അങ്ങനെ ചിലപ്പോൾ പറയായിരിക്കും, അതിലൊന്നോ. അപ്പോൾ പക്ഷെ അതായിരിക്കരുത് നമ്മുടെ സിവിൽ സർവൻ്റ് ആകാനുള്ള മോട്ടിവേഷൻ. അത് കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞു, പക്ഷെ മോട്ടിവേഷൻ അതാകരുത്. മോട്ടിവേഷൻ കുറച്ചുകൂടി കോറായിട്ടുള്ള, കുറച്ചുകൂടി ജെനുവിൻ ആയിട്ടുള്ള, കുറച്ചുകൂടി പാഷൻ ബേസ്ഡ് ഒക്കെ ആയിരിക്കണം. ഇപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ കണ്ടു അച്ഛാ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഒരു ഭക്ഷണം പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ കഷ്ടപ്പെടണേ കണ്ടു. അപ്പോൾ അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പം നോക്കുമ്പോൾ സിവിൽ സർവീസിലാണെങ്കിൽ കുറേ പേര് എന്തൊക്കെയോ ചെയ്യുന്നത് കാണുന്നുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരു നോബൽ കോസാണ്, ഒരു നല്ല ഒരു ജെനുവിൻ സാധനമാണ്. അങ്ങനെ ഒരു പാഷൻ ബേസ്ഡ് ആണെങ്കിൽ അതിന് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. ഇതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ കണ്ടു വന്നാൽ പെട്ടെന്ന് നമ്മുടെ മോട്ടിവേഷൻ പോകും. സർവീസിൽ കയറിയപ്പം വണ്ടിയുണ്ട്, ബീക്കണുണ്ട്, ഫ്ലാഗ് ഉണ്ട്, പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നാൽ 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ചാമങ്ങ് പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പൊളിറ്റീഷ്യൻ അവിടെ നിന്ന് ഇവിടെ നിന്നും വിളിക്കുന്നു, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, മൊത്തത്തിൽ നമ്മളിത് മടുക്കാൻ തുടങ്ങും. അപ്പോൾ മടുക്കാതിരിക്കണമെങ്കിൽ നമ്മളൊരു ഡീപ്പ് റൂട്ടഡ് പാഷൻ ഉണ്ടാക്കണം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ ബൈഹാർട്ട് പഠിക്കുകയോ അല്ലെങ്കിൽ കുറേ സബ്ജക്റ്റുകൾ ഇന്ന സബ്ജക്റ്റാണ് ഏറ്റവും നല്ലത്, അത് നന്നായിട്ട് ഇപ്പോഴേ പഠിക്കണം എന്ന് വിചാരിക്കാതെ എന്തിനാണ് ആക്ച്വലി ഈ സബ്ജക്ട് പഠിക്കുന്നത്? ഞാനും കേട്ടിട്ടുണ്ട് ജോഗ്രഫി എടുത്താൽ നല്ലതാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതിനൊരു റീസൺ ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വിചാരിച്ചു എന്തിനാണ് ഇത്രയധികം വിഷയങ്ങൾ, ഒരു ബന്ധവും ഇല്ലാത്ത കുറേ അധികം സബ്ജക്റ്റുകൾ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? പണ്ടത്തെ രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം വെയിറ്റ് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഒക്കേഷനിലും വളരെ പ്രാക്ടിക്കലി ആവശ്യമുള്ള കാര്യമാണ്. ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ എല്ലാ വിഷയങ്ങളും ഇൻ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾ സർവീസ് കയറിയതിന് ശേഷം ഇതൊന്നും പഠിക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ പഠിച്ചിട്ട് വരികയേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ ബേസിക്സ് മൊത്തം അറിയുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് ഇത് ഗവേൺ ചെയ്യാൻ. ബേസിക്സ് അറിയാൻ കുഞ്ഞായിരിക്കുമ്പോഴേ നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടാകുകയും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റ് മതി. ഇപ്പൊ സ്കൂളിൽ +2 വരെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. +2 വരെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എന്താണ് അഡ്വൈസ് കൊടുക്കാൻ പറ്റും? ഒറ്റ അഡ്വൈസേ ഉള്ളൂ. നിങ്ങളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളുണ്ടല്ലോ, എല്ലാ സബ്ജക്റ്റുകളും ആ സബ്ജക്റ്റിലെല്ലാം നല്ല കീനായിരിക്കുക. ഒരു 100 ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതെന്തുകൊണ്ടായിരിക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ അല്ലാതിരുന്നത്, ഇതിന് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത്, അപ്പോൾ അവിടെ എന്തുകൊണ്ട് അങ്ങനെ പ്രശ്നമെന്ന് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഈ സബ്ജക്റ്റുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ത്രൂ ഔട്ട് യുവർ കരിയർ ലൈഫ് എല്ലായിടത്തും. 1. 2, പാരലായിട്ട് ചെയ്യാവുന്ന അഡീഷണൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമയമുണ്ട്, പാഷനും ഉണ്ട്, സ്കില്ലും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നത് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതാണ്.